ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സേനൻ കിരണോടും കല്യാണത്തെ രൂപെടുത്ത് പറയുന്നുണ്ട്, അവനെ എന്റെ ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാഹുലിന് അവനെ വലിയ വില കൂടി ഒരു കേക്ക് മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നാളെ മുറിക്കാനായിട്ട് ആയിരിക്കും എന്ന് കിരൺ പറയാണ്. അതേടാ, അവൻ നാളെ മുറിക്കേണ്ട, പക്ഷെ ആ കേക്ക് വേസ്റ്റ് ആയി പോകും. അത് മിക്കവാറും വേസ്റ്റ് ബോക്സിൽ ഇടേണ്ടി വരും. അച്ഛാ, നാളെ നമുക്കൊരു കേക്ക് മേടിക്കണം, എന്നിട്ട് നാളെ നമുക്ക് ആഘോഷത്തോടെ മുറിക്കണം. നാളെയാണല്ലോ ആ ഒരു ദിവസം വരുന്നത്. അതേ മോനെ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കാണ്. രൂപ പറയണ്ട, അതെ ദേ മോളും മരുമകൻ എത്തിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ സോണിയും ആൽബിയും വരുന്നുണ്ട് കേട്ടോ. ദേ സോണി ആൽബി എത്തിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കാറിന്റെ ഡോറൊന്ന് സോണിയും ആൽബിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മക്കളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാണ് രൂപയും ചന്ദ്രസേനും കിരണൊക്കെ അവർ പരസ്പരം മാറി മാറി കെട്ടിപ്പിടിക്കുന്നുണ്ട്. രൂപ പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം, എത്ര നാളിന് ശേഷം എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത്. പക്ഷെ വിഷമമുണ്ട്, മോള് ചാരുമോൾ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമം ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് എന്ന് രൂപ പറയുമ്പോഴേക്കും ആൽബി പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല അമ്മേ, അമ്മയും അച്ഛനും ഇനി കുറച്ചു ദിവസം ഒറ്റക്കാണല്ലോ, ഞങ്ങളും ഇപ്പൊ കൂടെ ഇല്ല. അപ്പൊ അവർക്ക് ചാരുമോളും കൂടി കൂടിയില്ലെങ്കിൽ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയാവും. അതുകൊണ്ട് മോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയാണ്. സോണി പറയണ്ടേ, എല്ലാ അച്ഛ നാളെന്താ പരിപാടി? അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസമല്ലേ നാളെ? മോളെ അത് മാത്രല്ല, നാളെ വേറൊരു ദിവസം കൂടിയാണ്. വേറൊരു ദിവസമോ? അതെന്താ അച്ഛാ? വേറൊന്നല്ല, മോളുടെ അങ്കിൾ ഉണ്ടല്ലോ രാഹുൽ, അയാളെ വറുത്ത് കോരി എടുക്കുന്ന ദിവസമാണ്. അതെന്താ വെച്ചാ അങ്ങനെ എന്ന് പറയുമ്പോഴേക്കോ നമ്മുടെ യാമിനി പറയണ്ട്, അതേ മോളെ, നാളെ അയാള് ഫ്രൈ ചെയ്യാൻ പോവാ. ഞാൻ വലിയൊരു അണ്ടാവിലെ എണ്ണ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അത്രയും പൊക്കവും മണ്ണുള്ള ഒരാളാണല്ലോ, വരിച്ചു കോരണമല്ലോ എന്ന് പറയുമ്പോ എല്ലാരും ചിരിക്കാണ്. അകത്ത് വാ, എല്ലാരും അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രസേന എല്ലാവരും അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ യാമിനെയാണ്. യാമിനി എല്ലാവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ വേണ്ടി റെഡിയാവാട്ടോ. ആ സമയത്ത് നമ്മുടെ ചന്ദ്രസേനൻ പറഞ്ഞിട്ട്, എന്തായാലും നാളത്തോടെ ആ രാഹുൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിക്കാൻ പോവാണ് എന്ന് പറയാണ്. എടോ, തന്റെ ആങ്ങളുടെ കാര്യം പറഞ്ഞത്, എന്നെ അയാളുടെ ആങ്ങളെന്ന് പറഞ്ഞു ഞാൻ അയാളെ പെങ്ങളെന്ന് പറഞ്ഞേക്കലേ, എനിക്കത് കേൾക്കുമ്പോ തന്നെ ദേഷ്യമാണ് എന്ന് പറയുമ്പോ സോണി പറയുന്നുണ്ട്, ഒരു സമയത്ത് അമ്മക്ക് അയാള് പറഞ്ഞതായിരുന്നു വേദവാക്യം, നമ്മളെ പോലും തള്ളിക്കളഞ്ഞതല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് രൂപ പറയണ്ട, പ്ലീസ് മോളെ അതൊന്നും പറയല്ലേ, അതൊക്കെ എനിക്ക് ആലോചിപ്പോ തന്നെ വല്ലാത്ത പോലെ എന്ന് പറയുമ്പോ യാമിനി പറയണ്ട, അതെ എല്ലാരും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാണ്. യാമിനി എടുത്ത് ഇരിക്കാൻ വേണ്ടി കല്യാണി പറയുമ്പോ വേണ്ട വേണ്ട, എല്ലാരും കഴിച്ചിട്ട് ഞാൻ ഇരുന്നോളാം എന്ന് പറയാണ്. യാമിനി ചേച്ചി കാര്യമായിട്ട് തന്നെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് കൂട്ടങ്ങളുണ്ടല്ലോ എന്ന് കല്യാണി പറയുമ്പോ അത് വേറൊന്നല്ല, പെട്ടെന്ന് വെച്ചതാണ്, ഇനി ഒരുപാട് വെക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു യാമിനി പറയുമ്പോ ചന്ദ്രസേനൻ പറയണ്ടേ, എന്തായാലും സാറിന് തന്നെ കഴിച്ചേക്കാം എന്നിങ്ങനെ പറയാണ്. ശേഷം രൂപ എടുത്ത് പറയണ്ടോ, എടോ രൂപേ, താനെ നമ്മുടെ എല്ലാവരുടെയും ഒരു സെൽഫി എടുത്തേ. അതെന്തിനാ? അല്ല, എന്നിട്ട് താനെ അയാൾക്ക് അയച്ചു കൊടുക്ക്, തന്റെ ആങ്ങളക്ക് ലാസ്റ്റ് സപ്പർന്ന് കൂടി അതിന്റെ അടിയിൽ എഴുതിക്കോ. അത് വേണോ? വേണം, അയാൾ സന്തോഷിക്കട്ടെടോ എന്ന് പറയാണ്. കിരൺ പറയണ്ട്, അതേ അമ്മേ, ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു കൊടുക്ക്, അയാൾ സന്തോഷിക്കട്ടെ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് നമ്മുടെ രൂപ പറയണ്ടേ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കല്യാണി മോളോടാ. കല്യാണി മോള് വന്നേ പിന്നെയാ എന്റെ ജീവിതം മാറി മാറുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോ എന്റെ ഭർത്താവിനെ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടാനെ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ, അയ്യോ അത് ഞാൻ കൊണ്ടൊന്നല്ലമ്മേ, നമ്മുടെ മനസ്സിൽ നന്മ ഉള്ളതുകൊണ്ടിട്ടാണ്. അതെ, നന്മ എപ്പോഴായാലും വിജയിക്കുമല്ലോ, അത്ര തന്നെ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ആൽബിനെ കുറിച്ച് നമ്മുടെ ചന്ദ്രസേന പറയണ്ട്, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ ഈ ആൽബിയുടെ അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു എനിക്ക് കൂട്ടായിട്ട്. കിരണേ, നിന്റെ പകരം ഉണ്ടല്ലോ സ്നേഹം തരാൻ വേണ്ടി ഈ ആൽബി മോനെ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായത്. ഞാൻ ആത്മഹത്യ ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ള മെയിൻ കാരണം ആൽബിയുടെ വീട്ടുകാരാ. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ആൽബി എന്റെ മരുമകനായിട്ട് ഇങ്ങനെ തിരിച്ചു വരുമെന്ന്. എന്തായാലും ഇപ്പൊ മരുമകനായിട്ടല്ല, എന്റെ സ്വന്തം മകനായിട്ട് തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ CS ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും കേട്ടോ. രൂപയുടെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും ആ ഒരു ഫോട്ടോയാണ് കാണുന്നത്. എല്ലാരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് ലാസ്റ്റ് സപ്പറാന്ന് രൂപ അയച്ചല്ലോ. അത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കാണ് രാഹുല്. ആ ചിരി കേട്ടിട്ട് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടോ മനുഷ്യ, തന്റെ ഒറ്റക്കുള്ള ചിരി ഇതുവരെ നിർത്തിയില്ലടോ, തനിക്ക് ഷോക്ക് അടിക്കാൻ സമയമായി. ഒരു ഷോക്കല്ല, 2 ഷോക്കെങ്കിലും തനിക്ക് കുറഞ്ഞത് അടിക്കണം. എടി, ഞാൻ ചിരിച്ചതിന് കാരണമുണ്ട്. കാരണമോ? എന്ത് കാരണം? നീ ഒന്ന് കണ്ടു നോക്കിക്കേ എന്ന് പറഞ്ഞ ആ ഫോട്ടോ നമ്മുടെ ഷാരിക്ക് കാണിച്ചു കൊടുക്കാണ്. ഇതിലെന്താ അത്ര പുതുമ? നിങ്ങളുടെ പെങ്ങളും ഭർത്താവും അതുപോലെ തന്നെ മക്കളും മരുമക്കളും ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണോ കണ്ടാണ് നിങ്ങൾ ഇത്ര സന്തോഷിക്കുന്നത്? എന്റെ ഷാരി, നീ അതിന്റെ അടിയിൽ എഴുതിയേക്കുന്നത് വായിക്കേ എന്ന് പറയുമ്പോഴേക്കും ഷാരി അടിയിൽ എഴുതിയേക്കുന്നത് വായിക്കണം, ലാസ്റ്റ് സപ്പർ. ഇത് കണ്ടിട്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? അതെ, ഇതെനിക്ക് ആരാ അയച്ചെന്നറിയാവോ? എന്റെ പെങ്ങള് രൂപ. അതിനർത്ഥം മനസ്സിലായോ? ലാസ്റ്റ് സപ്പർ ആണെന്ന്. നാളെ ചന്ദ്രസേന അവൾ ഇല്ലാതാക്കുന്നു. പിന്നെ അവൾ ഇല്ലാതാക്കും. അവളുടെ മോന്റെ മരുമകളുടെ
അവൾ അവളുടെ മോന്റെ മരുമക്കളുടെ കൂടെയൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. പിന്നെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം സംഭവിക്കാൻ പോണത്. എടോ, താൻ ഇനിയെങ്കിലും പറഞ്ഞതൊന്നും മനസ്സിലാക്കണോ. അവളും നിങ്ങളെ ചതിക്കുകയാണ്. ഇല്ല, രൂപ ഒരിക്കലും എന്നെ ചതിക്കില്ല. ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്യുന്ന പെങ്ങളാ രൂപ. നാളത്തെ ദിവസം നിങ്ങൾ കണ്ടോ? എന്താ നാളെ നിങ്ങളെ കെട്ടിയെടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോ, എന്നെ അല്ല, ചന്ദ്രസേന, അയാള് നാളെ മണ്ണിന്റെ അടിയിലാവാൻ പോകുന്ന ദിവസമാണ് എന്നൊക്കെ പറയുമ്പോ, നിങ്ങളുടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടുന്ന് പോകുവാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രസേനും അതുപോലെ തന്നെ രൂപയൊക്കെ അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മുടെ രൂപ വീണ്ടും രാഹുലിന് ഒരു മെസ്സേജ് അയക്കുവാട്ടോ. മെസ്സേജ് അയച്ചിട്ട് ഫോൺ വിളിക്കുകയാണ്. ഹലോ, രൂപേ, എന്താ രൂപേ? അതെ, രാവിലെ തന്നെ ഞാൻ കോഫി കൊടുത്തിരുന്നു. കോഫിയിൽ ആ സാധനം കലക്കിയാ കൊടുത്തത്. ഇപ്പൊ തന്നെ അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെയോ, എനിക്ക് സന്തോഷമായി രൂപേ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഫോൺ വെക്കുവാണ്. ഷാരി വരുന്നു. ഷാരിനെ വിളിക്കണ്ടേ? എടി ഷാരി, ഇതേ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ എന്ന് പറയാണ്. എന്ത് കാര്യമാ? കുറച്ചു കഴിയുമ്പോ നിനക്ക് അറിയാം മരണ വാർത്ത എന്നിങ്ങനെ പറയാണ്. പറയുമ്പോഴേക്കും പിന്നെ അറിയാം നിങ്ങളിങ്ങനെ തുള്ളിക്കൊണ്ട് നടന്നോ എന്ന് പറയുമ്പോ തന്നെ കിരണും കല്യാണിയും കൂടി പുറപ്പെടാൻ വേണ്ടി റെഡി ആവാട്ടോ. ആ സമയത്ത് വേലക്കാരത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുറപ്പെടുവാണോ? അതെ, അയാളെ വിശ്വസിപ്പിക്കണമല്ലോ ചേച്ചി, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെടുവാണ്. താരാന്റി വാ. അല്ല, താരയും പോകുവാണെന്നാ ചേച്ചി ചോദിക്കുമ്പോ, അതെ, താരാന്റിയും വേണം. അവിടെ ഭയങ്കര കാര്യങ്ങളാണ് ഇന്ന് നടക്കാൻ പോണത്. അപ്പൊ താരാന്റി അതിലെന്തായാലും വേണം എന്ന് പറയാണ്. അതിനുശേഷം താരേന്റെ പറയണ്ടേ കിരൺ, ആന്റി ധൈര്യമായിട്ട്, അതുപോലെ തന്നെ ഇത്രോ നാളത്തെ ദേഷ്യവും വൈരൊക്കെ പുറത്തെടുക്കാൻ പറ്റിയ സമയമാണ് കിട്ടിയിരിക്കുന്നത്. ആന്റി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് താര കാണിക്കണ്ട്. ആ വേലക്കാരത്തെ ചേച്ചി പറയണ്ട, ഷോ എനിക്കും ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, വിഷമിക്കേണ്ട ചേച്ചി, എല്ലാം വീഡിയോയിൽ പിടിക്കുന്നുണ്ട്, ക്യാമറയില് എല്ലാം ചേച്ചിനെ കാണിച്ചു തരാം. അതെ, അപ്പുറത്തെ ജനല തുറന്നിരിക്കണ്ട് എന്ന് കിരൺ പറയാണ്. എല്ലാം നോക്കുമായിരിക്കും, നമ്മൾ ടെൻഷനോട് കൂടി തന്നെ പോണത്, അയാൾ കാണണം, വാ എന്ന് പറഞ്ഞിട്ട് കിരൺ കല്യാണിനെ താരനെ കൂട്ടിക്കൊണ്ട് പോകണം. അവരെ വെപ്രാളത്തിൽ വണ്ടിയിലേക്ക് കയറുവാട്ടോ. ഇതെല്ലാം കാണുന്ന രാഹുലിന് സന്തോഷമാവാണ്. മരണവാർത്ത എത്തി. ആ ഒരു വെപ്രാളത്തിൽ എല്ലാവരും പോകുവാണെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മനുഷ്യ നിങ്ങൾ ജനലരിക്ക് കൂടി ഊഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണത് എന്ന് പറയുമ്പോ നമ്മുടെ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാരി പതുക്കെ ജനലരികെ നോക്കുമ്പോഴേക്കും ആ വേലക്കാരത്തെ ചേച്ചി അവിടെ നിലം തുടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ആഹാ, അപ്പൊ നിങ്ങൾ ആ വയസ്സായ കിളവിനെ വെറുതെ വിടില്ലല്ലേ മനുഷ്യ. എന്റെ ഷാരി, ഞാൻ അവരെയൊന്നും അല്ല നോക്കിയത്. കിരണും കല്യാണിയും താരയും ഇപ്പൊ അങ്ങോട്ട് പോയായിരുന്നു. ഓഹോ, താരൻ ഇപ്പോഴും നിങ്ങക്ക് നോട്ടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ, എന്റെ ഷാരി, ഞാൻ പറയണമെന്ന് കേക്ക്. ആ ചന്ദ്രസേന എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാ അവര് പോയത്. അതെ എന്ന് പറയാണ്. ഇനി രാഹുൽ പറഞ്ഞിട്ട്, ഇനി വേണം നമ്മളെ മോളെ കിണിനെ ഒന്നാക്കാൻ വേണ്ടി. ഹോ, നിങ്ങൾ ഇപ്പോഴും ആ ആഗ്രഹം വിട്ടില്ലേ മനുഷ്യ? ഇല്ല, ഞാൻ ഒരിക്കലും വിടില്ല. സരിയും നമ്മുടെ മോളെല്ലാം നിന്റെ മോളെല്ലാം നടന്നപ്പോഴേക്കും നീ ആഗ്രഹമൊക്കെ വിട്ടു കാണും. മിണ്ടിപ്പോരും നിങ്ങള്. എന്റെ മോളല്ലെന്നോ? പിന്നെ ആടെ മോളാണ് അവള് എന്റെ മോളാ, എന്റെ മാത്രം മോള്, കേട്ടല്ലോ എന്ന് പറയാണ്. അല്ല ഷാരി, അവള് സത്യങ്ങൾ അങ്ങനെ അറിഞ്ഞായിരുന്നോ? സരിയു എന്ന് പറയുമ്പോ, എനിക്കറിയില്ല സത്യങ്ങൾ അറിഞ്ഞോന്ന്. എനിക്ക് ഒരു സംശയം തോന്നി നിങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ കാര്യം അന്വേഷിച്ചിറങ്ങി പുറപ്പെട്ട് സത്യങ്ങൾ കണ്ടുപിടിച്ചത്. അതുപോലെ നിങ്ങളുടെ മകളും സത്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയാണ്. അഥവാ സത്യങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ അവൾ ആദ്യം ഇല്ലാതാക്കാൻ പോണത് നിങ്ങളെയായിരിക്കും, സൂക്ഷിച്ചു നിങ്ങള് എന്നൊക്കെ ഷാരി പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.